DBMS architecture. DBMS design depend upon its architecture. DBMS design adinte architecture depended on. The basic client-server architecture is used to deal with a large number of PCs, web servers, database servers, and other components that are connected with the network. So client-server architecture ennu vechal there will be a client and there will be a server. Okay, client request from the server. Client എന്ത് ചെയ്യും സെർവറിനോട് റിക്വസ്റ്റ് ചെയ്യും. സോ അതിന് എന്തെങ്കിലും ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും സെർവറിലേക്ക് ആ ഡാറ്റയ്ക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ദെൻ സെർവർ പ്രോസസ് ദിസ് റിക്വസ്റ്റ് ആൻഡ് സെൻഡ് ദി അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ബാക്ക് ടു ക്ലയൻറ്റ്. സോ ഇതിനെയാണ് നമ്മൾ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ മിക്കവാറും എല്ലാ ഇതിലും അതായത് ലാർജ് നമ്പർ ഓഫ് PC, വെബ് സെർവേഴ്സ്, ഡാറ്റാബേസ് സെർവേഴ്സ് ആൻഡ് അതർ കോമ്പോണൻസ് ഇതൊക്കെയും നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇത്തരത്തിൽ കോമ്പൗണ്ട് ഒക്കെയും എന്താണ് ചെയ്യുന്നത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. The client server architecture consists of many PCs and a workstation which are connected via the network. So ഒരു client server architecture ഒരുപാട് PCസും അതുപോലെ വർക്ക്സ്റ്റേഷനും ഒക്കെ ഒരു നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആയുള്ള സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. DBMS architecture depends upon how users are connected to the database to get the request done. So DBMS architecture എന്ന് പറയുന്നത് എങ്ങനെയാണ് യൂസേഴ്സ് ഒരു ഡാറ്റാബേസുമായിട്ട് കണക്ട് so that they can get their request done. അവരുടെ റിക്വസ്റ്റ് കിട്ടുന്ന രീതിയിൽ അതായത് അതിന് കറസ്പോണ്ടിങ് ആയ റെസ്പോൺസ് കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഡാറ്റാബേസുമായിട്ട് യൂസേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളൂ എന്നതിൻ്റെ ബേസ്ഡ് ആണ് DBMSന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മെയിനായിട്ട് 3 ടയർ ആർക്കിടെക്ചർ ആണുള്ളത്. 1 ടയർ ആർക്കിടെക്ചർ, 2 ടയർ ആർക്കിടെക്ചർ ആൻഡ് 3 ടയർ ആർക്കിടെക്ചർ. DBMS architecture can be seen as a single tier or multi-tier. So single tier നെയാണ് 1 tier architecture പറഞ്ഞാൽ more than tier ഉണ്ടെങ്കിൽ നമുക്കതിനെ multi-tier architecture എന്ന് പറയാം. But logically database architecture is of 2 types like 2 tier architecture and 3 tier architecture. So first one is 1 tier architecture. In this architecture, the database directly available to the user. So, ഈ ഒരു കേസിൽ യൂസർക്ക് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാബേസ് അവൈലബിൾ ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദി യൂസർ ക്യാൻ ഡയറക്ട്ലി സിറ്റ് ഓൺ ദി DBMS ആൻഡ് യൂസ് ഇറ്റ്. സോ ഈ ഒരു കേസിൽ DBMSനെ എന്ത് ചെയ്യാം യൂസർക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. എനി ചേഞ്ചസ് ഡൺ ഹിയർ വിൽ ഡയറക്ട്ലി ബി ഡൺ ഓൺ ദി ഡാറ്റാബേസ് ഇറ്റ് സെൽഫ്. doesn't provide a handy tool for end user. So ഒരു end user DBMSൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ ചേഞ്ചസ് പോലും അത് DBMSൽ ഡയറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, the one tier architecture is used for development of the local application. ലോക്കൽ ആയിട്ട് അപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കേസിൽ നമ്മൾ 1 tier architecture ആണ് ഉപയോഗിക്കുന്നത്. Where programmers can directly communicate with the database for the quick response. So response quick ആയിരിക്കും. ഒരു മീഡിയം അതിൻ്റെ നടുവിലായിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ടൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് പ്രോഗ്രാമർക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. റിക്വസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ റിക്വസ്റ്റിനനുസരിച്ചുള്ള റെസ്പോൺസ് തിരിച്ച് കിട്ടും. Then 2 tier architecture. The 2 tier architecture is same as basic client server. Basic client server architecture പോലെ തന്നെയാണ് 2 tier architecture വർക്ക് ചെയ്യുന്നത്. In the 2 tier architecture, applications on the client and can directly communicate with the database at the server side. So client സൈഡിലുള്ള അപ്ലിക്കേഷന് നമ്മൾ ഓൾറെഡി ക്ലയൻറ്റ് സെർവർ പറഞ്ഞു. സോ ക്ലയൻറ്റ് സെർവറിൽ ഒരു കമ്പ്യൂട്ടറിന് സെർവർ സൈഡിലുള്ള ഒരു ഡാറ്റാബേസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. For this interaction, APIs, application programming interfaces like ODBC or JDBC are used. So database connection വേണ്ടി നമുക്ക് JDBC, Java database connectivity ഒക്കെ പോലുള്ള connectivity softwares യൂസ് ചെയ്യാവുന്നതാണ്. The user interfaces and application programs are run on the client side. So നമുക്ക് end user ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻസും അവർ ഉപയോഗിക്കുന്ന interfaces ഒക്കെ client സൈഡിലാണ് ഉണ്ടാവുക. The server side is responsible to provide the functionalities like query processing. അതായത് എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിക്വസ്റ്റിനെയാണ് നമ്മൾ query എന്ന് പറയുന്നത്. ഒരു ഡാറ്റാബേസിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന റിക്വസ്റ്റിനെയാണ് query എന്ന് പറയുന്നത്. സോ ഈ query പ്രോസസ്സ് ചെയ്യുക, അതിൻ്റെ ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് സെർവർ സൈഡിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. To communicate with DBMS, client side application establishes connection with the server side. So first ഒരു client സൈഡിലുള്ള ഏതൊരു അപ്ലിക്കേഷനും എന്ത് ചെയ്യണം സെർവർ സൈഡിലുള്ള സിസ്റ്റവുമായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ ക്ലയൻറ്റ് സെർവർ കണക്ഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഹിയർ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ക്ലയൻറ്റ് എന്നുള്ളത് യൂസർ എന്ത് ചെയ്യും അപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് യൂസർ അപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഡാറ്റാബേസ് സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യും. സോ ഡാറ്റാബേസ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മുടെ സെർവർ. ഈ യൂസറും അപ്ലിക്കേഷനും ചേർന്നിട്ടുള്ളതാണ് ക്ലയൻറ്റ്. സോ ഏതെങ്കിലും ഒരു
നമുക്കൊരു റിക്വസ്റ്റ് എന്ത് ചെയ്യും ഡാറ്റാബേസ് സിസ്റ്റത്തിലേക്ക് അയക്കും. സോ ഫോർ എക്സാമ്പിൾ അതെന്ത് ചെയ്യാം, ഒരു 10 എൻട്രീസ് സെലക്ട് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് അയക്കാം, അല്ലെങ്കിൽ ഒരു ലോഗിൻ റിക്വസ്റ്റ് അയക്കാം. സോ ലോഗിൻ റിക്വസ്റ്റിനനുസരിച്ച് നമ്മൾ ഡാറ്റാബേസിലുള്ള യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് ചെക്ക് ചെയ്യുക എന്നതാണ് സെർവർ ചെയ്യുന്നത്. സോ സെർവർ എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ എന്തൊരു റിക്വസ്റ്റ് ആണോ കൊടുത്തത് ആ ക്വറിക്ക് അനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. ആ റെസ്പോൺസ് തിരിച്ച് ആപ്ലിക്കേഷനിലേക്ക് പാസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ക്ലയന്റ് സെർവർ സിസ്റ്റം അല്ലെങ്കിൽ 2-tier ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്നത്. 3-tier architecture. The 3-tier architecture contains another layer between the client and server. In this architecture, client can directly communicate with the server. So 3-tier കേസിൽ 2-tier എന്നുള്ളത് ക്ലയന്റ് സെർവർ ആയിരുന്നു. സോ അവിടെ 2 എൻറ്റിറ്റി മാത്രമേ ഉള്ളൂ, ഒരു ക്ലയന്റും ഒരു സെർവറും ആയിരുന്നു. 3-tier ആർക്കിടെക്ചറിലേക്ക് കയറുന്ന സമയത്ത് ക്ലയന്റിന്റെയും സെർവറിന്റെയും ഇന്റർമീഡിയറി ആയിട്ട് ഒരു പുതിയ എൻട്രി കൂടി വരികയാണ്. സോ ഈ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലയന്റിന് ഡയറക്റ്റ് ആയിട്ട് സെർവറിനോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. The application on the client end interacts with an application server which further communicates with the database system. So client communicate ചെയ്യുന്നത് ഒരു application serverനോടാണ്. സോ ഈ application server ആണ് ഡാറ്റാബേസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇവർക്ക് ക്ലയന്റിനെയും സെർവറിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു application server നിൽക്കും. End user has no idea about the existence of the database beyond the application server. So ഈ application serverന്റെ പുറമേയുള്ള ഡാറ്റാബേസിനെ കുറിച്ച് end userന് യാതൊരു അറിവും ഉണ്ടാവില്ല. The database also has no idea about any other user beyond the application. So ഡാറ്റാബേസിന് application serverനെ മാത്രമേ അറിയൂ, അതിനുശേഷമുള്ള യൂസറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡാറ്റാബേസിന് അറിയില്ല. The 3-tier architecture is used in case of a large web application. In case നമ്മുടെ ആപ്ലിക്കേഷന് ഒരുപാട് ലാർജ് ഡാറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നത്, ലാർജ് ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് 3-tier ആർക്കിടെക്ചർ യൂസ് ചെയ്യാം. സോ സെർവർ എന്നത് ഈ ഒരു ഡാറ്റാബേസും അതിന്റെ ആപ്ലിക്കേഷൻ സെർവറും കൂടിയതാണ്. സോ ക്ലയന്റ് എന്നുള്ളത് യൂസറും ആപ്ലിക്കേഷൻ ക്ലയന്റും. സോ ആപ്ലിക്കേഷൻ ക്ലയന്റും ആപ്ലിക്കേഷൻ സെർവറും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഡാറ്റാബേസ് എന്നുള്ളത് ആപ്ലിക്കേഷൻ സെർവറിനോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, യൂസർ എന്നുള്ളത് ആപ്ലിക്കേഷൻ ക്ലയന്റിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡാറ്റാബേസും സെർവറുമായിട്ട് യാതൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ല, ആപ്ലിക്കേഷൻ സെർവറും യൂസറുമായിട്ടും കണക്ഷൻ ഉണ്ടാവില്ല. സോ ഇതിനാണ് 3-tier ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. Then we have centralized architecture. In the centralized database is stored at a single location such as a mainframe computer. So in this case, centralized architecture in the case, database എന്നുള്ള ഒരു centralized database, ഒരു പിക്ചർ നോക്കുക, ഒരു centralized database ആണ്. ഇതൊരു mainframe computer അങ്ങനെ എവിടെയെങ്കിലും ഒരു single locationൽ സ്റ്റോർ ചെയ്ത് വെക്കും. It is maintained and modified from that location only and usually accessed using an internet connection such as LAN or WAN. സോ ഈ ഒരു സ്ഥലത്ത് എവിടെയാണോ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ പ്ലേസ് വെച്ചിട്ട് മാത്രമേ അതിനെ മോഡിഫൈ ചെയ്യാനോ ആക്സസ് ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ സാധിക്കുള്ളൂ. സോ ഇതിന്റെ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് മെയിൻലി ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ്, സച്ച് ആസ് LAN അല്ലെങ്കിൽ WAN പോലുള്ള കണക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. The centralized database only used by organizations such as colleges, companies, banks, etc. So കോളേജ് ആവാം, ബാങ്ക്സ് അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെയും ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നത്. As can be seen from the above diagram, all the information for the organization is stored in a single database. The database is known as centralized database. ഇങ്ങനെ ഒരു സിംഗിൾ ഡാറ്റാബേസിലാണ് എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തത്. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏതൊരു യൂസർക്കാണെങ്കിലും ഡാറ്റ വേണമെങ്കിൽ നമ്മൾ ഈ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിൽ നിന്നാണ് ഡാറ്റ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഈസ് the data integrity is maximized as the whole database is stored at a single physical location. This means that it is easier to coordinate the data and it is as accurate and consistent as possible. So ഒരു സിംഗിൾ ലൊക്കേഷനിലുള്ള ഡാറ്റ ഫിസിക്കൽ ലൊക്കേഷനിലായതുകൊണ്ട് ഇതിനെ ഡാറ്റയെ കോർഡിനേറ്റ് ചെയ്യാനും അതിന്റെ അക്യുറേറ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും നമുക്ക് ഇതിനെ കൊണ്ട് സാധിക്കും. സോ ഡാറ്റ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിനെ കൊണ്ട് സാധിക്കും. The data redundancy is minimal in the centralized database. Centralized database ആയതുകൊണ്ട് data redundancy വളരെ മിനിമം ആയിരിക്കും. All the data is stored together and not scattered across different locations. Okay, എല്ലാ ഡാറ്റയും ഈ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ഡിഫറെന്റ് ലൊക്കേഷനിൽ ഡിഫറെന്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നതല്ല, ഒരു സിംഗിൾ ലൊക്കേഷനിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡാറ്റ റിഡൻഡൻസി ഈസിയാണ്. സോ ഇറ്റ് ഈസ് ഈസിയർ ടു മേക്ക് ഷുവർ ദാറ്റ് there is no redundant data available. സോ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റയോ അല്ലെങ്കിൽ റിഡൻഡന്റ് ഡാറ്റ അവൈലബിൾ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. Since all the data is in one place, there can be stronger security measures around it. So the centralized database is
much stronger. Single പ്ലേസിലുള്ള ഡാറ്റയെ മാത്രം നമുക്ക് സെക്യൂർ ചെയ്താൽ മതി എന്നതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് വളരെ കൂടുതലായിരിക്കും. ഡാറ്റ ഈസ് ഈസിലി പോർട്ടബിൾ ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റോർഡ് അറ്റ് ദി സെയിം പ്ലേസ്. ഡാറ്റയെ നമുക്ക് പോർട്ടബിൾ ആയിട്ടും ഈസി ആയിട്ട് പോർട്ട് ചെയ്യാനും വേണ്ടി സാധിക്കും. സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഈസ് ചീപ്പർ ദാൻ എനി അതർ ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ആസ് ഇറ്റ് റിക്വയർസ് ലെസ് പവർ ആൻഡ് മെയിൻ്റെനൻസ്. പവറും മെയിൻ്റെനൻസും വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് ചീപ്പറാണ് കമ്പയർഡ് ടു അതർ ഡാറ്റാബേസ്. All the information in the centralized database can be easily accessed from the same location and at the same time. ഒരു സിംഗിൾ ലൊക്കേഷനിൽ തന്നെ നമുക്ക് എല്ലാ ഡാറ്റയും ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതെന്താണ് കുറച്ചുകൂടി ഈസിയാണ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിന്റെ യൂസ് ചെയ്യാൻ വേണ്ടി. ദെൻ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിൻസ് ഓൾ ദി ഡാറ്റ ഈസ് അറ്റ് വൺ ലൊക്കേഷൻ ഇറ്റ് ടേക്സ് മോർ ടൈം ടു സെർച്ച് ആൻഡ് ആക്സസ് ഇറ്റ്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് നമുക്കൊരു സിംഗിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് തന്നെ അത് ആക്സസ് ചെയ്യാനുള്ള ടൈം കൂടുതലായിരിക്കും. If the network is slow, this process take even more time. നെറ്റ്വർക്ക് സ്ലോ ആയ കേസിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് അതായത് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള ടൈം വളരെ കൂടുതലായിരിക്കും. Then there is a lot of data access traffic for the centralized database. This may create bottleneck situations. So, ഒരു സിംഗിൾ പ്ലേസിലുള്ള ഡാറ്റേനെ മൾട്ടിപ്പിൾ പ്ലേസിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ യൂസേഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ബോട്ടിൽനെക്ക് പോലെയുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഡാറ്റാബേസിലേക്കുള്ള ട്രാഫിക് എപ്പോഴും എന്തായിരിക്കും കൂടുതലായിരിക്കും. അതുകൊണ്ട് ബോട്ടിൽനെക്ക് സിറ്റുവേഷൻ പോലെയുള്ള പ്രോബ്ലംസ് എറേസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യത കൂടുതലാണ്. Since all the data is at the same location, if multiple users try to access it simultaneously, it creates a problem. This may reduce the efficiency of the system. So, ഇത് ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് തന്നെ എല്ലാം സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് സിസ്റ്റത്തിന്റെ ഓവറോൾ എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. If there are no database recovery measures in place and a system failure occurs, then all the data in the database will be destroyed. In any case, നമുക്ക് സിസ്റ്റം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതായത് ഡാറ്റാബേസ് റിക്കവറി മെക്കാനിസം ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ സിസ്റ്റം ഫെയിലിയർ കൊണ്ട് നമുക്ക് ആ മൊത്തം ഡാറ്റയും നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ആ സെൻട്രലൈസ്ഡ് ആയിട്ട് ഡാറ്റാബേസ് ചെയ്യുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു.